KPCC പ്രസിഡന്റാകാൻ മൊണ്ണകളെ ആവശ്യമുണ്ട്. KPCC പ്രസിഡന്റാകാൻ മൊണ്ണകളെ ആവശ്യമുണ്ട് എന്നുള്ള ഈ തലക്കെട്ട് കാണുമ്പോൾ കോൺഗ്രസിനോട് ഒരല്പമെങ്കിലും സ്നേഹമുള്ള ആർക്കെങ്കിലും ഞങ്ങളോട് കെർവ് തോന്നണ്ട. ഇത് ഞങ്ങൾ പറഞ്ഞതല്ല, നിങ്ങളുടെ തന്നെ കോൺഗ്രസ്സുകാർ പറയുന്ന വാചകമാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ ക്യാപ്ഷൻ ഞങ്ങൾ ഉപയോഗിച്ചത്. ഈ ചർച്ചയിൽ എന്നോടൊപ്പം സുനിൽ മാത്യു കൂടി ചേരുകയാണ്. സുനിൽ മാത്യു, സ്വാഗതം. ഞാൻ ഈ KPCC പ്രസിഡന്റുമാരാകാൻ മൊണ്ണകളെ ആവശ്യമുണ്ട് എന്നുള്ള ക്യാപ്ഷൻ സ്വാഭാവികമായിട്ടും ആ പാർട്ടിയിൽ ആരെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ നമ്മുടെ അടുത്തൊരു നീരസം തോന്നിയേക്കാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ അതിനൊരു തടസ്സവാദം ഉന്നയിച്ചത്. എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ KPCC പ്രസിഡന്റ് പദവിയിൽ ഇപ്പോൾ ഇരിക്കുന്ന K. സുധാകരനെ മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു നല്ല വിഭാഗം അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല, KPCC പ്രസിഡന്റ് K. സുധാകരൻ എങ്ങനെയെങ്കിലും ഒന്ന് മാറിക്കിട്ടിയാൽ അടുത്തൊരു വഴി ഒപ്പിച്ച് ആരെങ്കിലും വളരെ കൃത്യമായിട്ട് അതിനകത്തുകൊണ്ട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ചില കേരളത്തിലെയും ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു നേതാവൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട്. ദേശീയ നേതാവ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന നേതാവൊക്കെ ഉണ്ട്. ഈ ദേശീയ നേതാവൊക്കെ എന്നാണ് ഈ ദേശീയ നേതാവായതെന്നൊക്കെ സാമാന്യ ബോധമുള്ള പഴയ KSUകാർക്കൊക്കെ അറിയാം. കാരണം അത് ഞാൻ ഉദ്ദേശിച്ചത് മറ്റാരെയല്ല, ഒന്ന് KC വേണുഗോപാലിനെയും മറ്റൊന്ന് രമേശ് ചെന്നിത്തലയാണ്. ഇവരൊക്കെയാണ് വളരെ ശക്തമായിട്ട് നിന്നുകൊണ്ട് എങ്ങനെയെങ്കിലും K. സുധാകരൻ താഴെ ഇറക്കുക എന്ന ലക്ഷ്യത്തോട് നിൽക്കുന്നത്. താങ്കൾക്ക് എങ്ങനെ തോന്നുന്നു ഈ K. സുധാകരനെ മാറ്റി വേറെ ഏത് മൊണ്ണയാണ് ഇവിടെ പ്രദർശിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് താങ്കൾക്ക് എങ്ങനെ തോന്നുന്നു? എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും തലക്കെട്ടിൽ പറഞ്ഞ പോലെ തന്നെ സാധാരണഗതിയിൽ ഒരു ഇവിടുത്തെ കോൺഗ്രസ്സുകാരുടെ അല്ല, സാധാരണ ജനങ്ങളുടെ മനസ്സിൽ വരുന്ന ഇവന്മാരുടെ ഈ കളികൾ കാണുമ്പോൾ സാധാരണ ജനങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു പൊതുവായ ഒരു ആശയമാണ് ഇത് മുണ്ണകൾക്ക് വേണ്ടിയുള്ള ഒരു സെർച്ചാണ്, KPCC പ്രസിഡന്റ് ആക്കുവാൻ വേണ്ടിയുള്ള ഒരു സെർച്ചാണ് ഇവിടെ നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. കാരണം ഇപ്പോൾ ഉയർന്നു വരുന്ന അത്തരത്തിലൊക്കെയുള്ള ഒരു പേരുകളാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി K. സുധാകരന്റെ രക്തത്തിന് വേണ്ടിയുള്ള മുറവിളി മുഴങ്ങിക്കേൾക്കാൻ തോന്നിയിട്ട് കുറേ കാലമായി. അന്നേരം ഇതിന് പറയുന്ന ഒരു കാരണം ഇദ്ദേഹത്തിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മാറ്റണമെന്നാണ് പറയുന്നത്. അങ്ങനെ ആ ഒരു ആരോഗ്യ പ്രശ്നത്തിന്റെ കാര്യം പറയുവാനാണെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിൽ തന്നെ KC വേണുഗോപാലിനെ സംബന്ധിച്ചോളം അക്യൂട്ട് ഡയബറ്റിക്കാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരിയേറെ ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അതുപോലെ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അക്യൂട്ട് ഡയബറ്റിക് ആണ്. അത് റിലേറ്റഡ് ആയിട്ടുള്ള മാരകമായ പല പ്രശ്നങ്ങളും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ കാര്യം തന്നെ എടുക്കുക, അദ്ദേഹത്തിനും ഗുരുതരമായ അസുഖം. അതെ, ഈ പ്രോസ്റ്റേറ്റിക് ഗ്ലാൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങളൊക്കെ സഖാവ് പിണറായി വിജയനും ഒക്കെ ഉള്ളതാണ്. അദ്ദേഹം ഒക്കെ ഈ ഇത്തരത്തിലുള്ള അസുഖബാധിതരാണ്. പക്ഷേ ഈ 81 വയസ്സ് കഴിഞ്ഞിട്ടും കേരളം ഭരിക്കുവാനുള്ള കരുത്ത് അദ്ദേഹത്തിനുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തുന്നു. അദ്ദേഹത്തിനും ഇങ്ങനെ അസുഖബാധിതനാണ് എന്ന് പറഞ്ഞ ആ പാർട്ടിക്കാരും ആ പാർട്ടിയുടെ സംവിധാനങ്ങൾ അങ്ങനെ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഇന്ന് മുഖ്യമന്ത്രിയായിട്ടിരിക്കുവാനും ഇന്നലെ വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനം ചെയ്യാനൊന്നും ഈ പിണറായി വിജയൻ ഉണ്ടാകില്ലായിരുന്നു. അപ്പൊ വളരെ കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയാണ് K. സുധാകരനെ മാറ്റുക എന്ന ഒരു അജണ്ട ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. ഞാൻ ഒരു ചോദിച്ചോട്ടെ, അതായത് താങ്കൾ പറഞ്ഞു ഈ മൊണ്ണകൾക്ക് വേണ്ടി ഉള്ള ഒരു മത്സരമാണ് നടക്കുന്നത്. എന്നിട്ട് ആരെ ഉദ്ദേശിച്ചാണ് താങ്കൾ അല്ല അത് ആ പേര് പറയാൻ കാരണം ഇപ്പൊ ഈ K. സുധാകരനെ മാറ്റിക്കഴിഞ്ഞാൽ അടുത്ത് കൊണ്ടുവരാൻ പോകുന്ന രണ്ട് പേരുകൾ പേരുണ്ടെങ്കിൽ കൂടി അതിൽ പറയാൻ പറ്റുന്നത് ഒന്ന് ആന്റോ ആന്റണി MP ആണ്. പത്തനംതിട്ടയിലെ MP എന്നാണ് അറിയപ്പെടുന്നത്. പത്തനംതിട്ട DCCക്ക് പോലും അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യത്തിൽ സംശയം. അങ്ങനത്തെ ഒരാളാണ് ഈ ആന്റോ ആന്റണി. മറ്റൊന്ന് പേരാവൂരിന്റെ MLA ആയിട്ടുള്ള സണ്ണി ജോസഫ്. ഈ രണ്ടുപേരെയാണ് ഇവരിവിടെ കൊണ്ടുവരാനായിട്ട് നിൽക്കുന്നത്. അതായത് സുധാകരൻ അങ്ങോട്ട് മാറുമ്പോൾ ക്രൈസ്തവരുടെ അല്ലെങ്കിൽ ആ സഭകളുടെയൊക്കെ മേലങ്കി അണിയിപ്പിച്ചുകൊണ്ട് അവരുടെയൊക്കെ പിൻബലം ഇവർക്കുണ്ട് എന്ന് പറയിപ്പിച്ചുകൊണ്ട് നിർത്താൻ പോകുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ്. അല്ല, ഇവരൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നതെന്നാണ് ആലോചിക്കുന്നത്. കാരണം ഇപ്പോൾ ഇന്നും ഈ കാലത്തിനൊത്ത് മാറാത്ത ഏക ഒരു കൂട്ടരുണ്ടെങ്കിൽ ഇന്ന് ഈ കോൺഗ്രസ്സുകാരല്ലേ ഉള്ളൂ. കാരണം ഇന്നും ഈ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരുടെ അവന്മാരുടെ മെനകെട്ട അരമനകളിൽ നിന്ന് പറയുന്ന പേരുകൾ, ഈ പറയുന്ന വെറും മൊണ്ണകളും പാഴുകളും, ഈ മുമ്പേ ഉദ്ദേശിച്ച പോലെ പേരാവൂരിന് അപ്പുറത്തേക്ക് വളർച്ച പ്രാപിക്കാത്ത ഒരു സണ്ണിയും, അതുപോലെ തന്നെ പത്തനംതിട്ടയിലെ ജനങ്ങൾ പോലും അറിയാത്ത നല്ലൊരു ശതമാനം ജനങ്ങൾക്ക് 4 വർഷമായിട്ട് അദ്ദേഹം ജയിക്കുന്നു പറയുന്നു. അങ്ങനെയുള്ള മൊണ്ണകളെ ഞങ്ങൾ നിർത്തിയിട്ട് പോലും ജനങ്ങൾ ജയിപ്പിക്കുന്നു. അതെല്ലാം ഞങ്ങളുടെ പള്ളിത്തന്തന്മാരുടെയും ഈ കൂതാശ കുപ്പായ നൈറ്റി തൊഴിലാളികളുടെ എഫക്റ്റ് ആണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അതിനൊരു മാറ്റം അവിടെ എന്താ പറയുക, നമ്മൾ ഈ പറയുന്നില്ല, അവിടെ ഈ സാധാരണക്കാരുടെ വികാരം മനസ്സിലാക്കാൻ ഒരു KPCC പ്രസിഡന്റ്, ഒരു കോൺഗ്രസും ഒരു AICCയും തയ്യാറാകുന്നില്ല എന്നുള്ളത്. കാരണം പത്തനംതിട്ടയിൽ 4 വട്ടമായിട്ട്, കാരണം ഏകദേശം 20ഓളം വർഷമായിട്ട് ഒരു MP അവിടെ ജയിപ്പിച്ചെടുക്കുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം അത് ഇയാളുടെ കഴിവുകളുണ്ടല്ല, അവിടുത്തെ ആൾക്കാരുടെ കഴിവുകളുണ്ട്.
പകരം എനിക്ക് മനസ്സിലാകുന്നതാണ് നല്ല വിഭാഗം നല്ല ശതമാനം കോൺഗ്രസ്സുകാരുള്ളൊരു സ്ഥലമാണ് ഈ പത്തനംതിട്ട. അവിടെ ഈ ക്രൈസ്തവരോ ഹിന്ദുക്കളോ അല്ലെങ്കിൽ മറ്റുള്ള ജാതീയ മതത്തിലെ വേർതിരിവോ ഒന്നും വെച്ചുകൊണ്ടല്ല അവർ ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹിന്ദുക്കൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലം കൂടിയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട ശബരിമലയായിട്ട് ബന്ധപ്പെടുന്ന സ്ഥലം. അവിടെയൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനെയാണ് ഈ BJP-യുടെ കാൻഡിഡേറ്റ് ജയിച്ചു കയറാത്തത്? അവർക്ക് ജയിച്ചു കയറാൻ കഴിയാത്തത്. പക്ഷെ അതല്ല അവിടുത്തെ വിഷയം. അവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു ആണെങ്കിലും അവിടെ ഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യാനി ആണെങ്കിലും കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന ഒരു വികാരത്തിൽ ഊന്നിക്കൊണ്ട് അവർ ഇന്ന് വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു വളരെ നല്ലൊരു ബേസ് ഉള്ള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വളക്കൂറുള്ള മണ്ണാണ് പത്തനംതിട്ട. ഞാനൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ആരാണ്, അതായത് ഇത്തരത്തിലുള്ള ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത വെറും മോഴകളെയും മൊണ്ണകളെയും KPCC സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കാൻ നോക്കുന്നതിന്റെ പിന്നിൽ ആരാണ്? അതൊരു കൃത്യമായ ചോദ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുനിൽ, ഇതിപ്പോൾ നമുക്കറിയാം KPCC-യിലേക്ക് ഒരു പുതിയ നേതാവ് അല്ലെങ്കിൽ ഒരു പ്രസിഡന്റ്, അത് കഴിവുള്ള പ്രസിഡന്റ്. ഇവിടെ K. സുധാകരൻ ഇരിക്കുന്നു. അദ്ദേഹം കഴിവില്ലാത്ത പ്രസിഡന്റ് ആണെന്ന് പറയുന്നില്ല. അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് കഴിവുള്ള പ്രസിഡന്റ് തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ചില പ്രവർത്തനങ്ങൾ പലപ്പോഴും സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്ന തരത്തിലായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കുറവ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ 2-3 പേർ ഇതിനുവേണ്ടി വളരെ കൃത്യമായി ചരട് വലിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ഈ പറഞ്ഞ 2 പേർ ഒഴികെ ഞാൻ പറയട്ടെ, ഈ ആന്റണി ആണെങ്കിലും സണ്ണി ജോസഫ് ആണെങ്കിലും ഇനി വരാൻ പോകുന്ന MM ഹസന്റെ പേരുണ്ട്, കൊടുക്കുന്ന സുരേഷിന്റെ പേരുണ്ട്. ഇവരുടെയൊക്കെ പേരുകൾ കൂടി ബാക്കിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇവർ കൂടെ ഒക്കെ തയ്യാറായിട്ട് നിൽക്കുകയാണ് KPCC പ്രസിഡന്റ് ആവുന്നത്. പക്ഷേ ഇവരൊന്നും ഈ പറയുന്നത് പോലെ താങ്കൾ ഇപ്പോൾ ചോദിച്ച ചോദ്യമുണ്ടല്ലോ, ഇവരെ ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർ എന്ന് പറയപ്പെടുന്നത് മറ്റാരുമില്ല. ഇവിടെ ഏതെങ്കിലും തരത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് ഒരു 74 സീറ്റോ 75 സീറ്റ് കിട്ടിപ്പോയാൽ, ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്, കിട്ടിപ്പോയാൽ മുഖ്യമന്ത്രി കുപ്പായത്തിന് വേണ്ടിയിട്ട് ആടി ഭയങ്കര. അപ്പൊ ആ തല്ല് നടക്കുമ്പോൾ ഹൈക്കമാൻഡിനെ പ്രീതിപ്പെടുത്തി ഇവിടേക്ക് ഇറങ്ങാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ദേശീയ നേതാവുണ്ട്. ആലപ്പുഴയുടെ സുന്ദരൻ, കണ്ണൂരിന്റെ പുത്രൻ ശ്രീ KC വേണുഗോപാൽ, അത് ഒന്നാമത്തെ ആളാണ്. മറ്റൊന്ന് രമേശ് ചെന്നിത്തലയാണ്. ഒരുപാട് പ്രാവശ്യമായിട്ട് കുപ്പായം തച്ചു വെച്ചു. ഭാഗ്യം അന്വേഷിച്ച് നടക്കുന്ന ഒരു ഭാഗ്യാന്വേഷിയാണ്. നിർഭാഗ്യം കൊണ്ട് ഇതുവരെ മുഖ്യമന്ത്രി ആകാൻ കഴിയിട്ടില്ല. അങ്ങനെയുള്ള രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ഒക്കെ ഒരു ഭാഗത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുക. ഇവരുടെ ഈ രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്നത് ഗ്രൂപ്പുകൾക്ക് അതീതമായിട്ട് ഒന്നിച്ചു നിന്ന് ചേർന്നതുകൊണ്ട് യഥാർത്ഥ വിലനെ പുറത്തു ചാടിപ്പിക്കുക, അല്ലെങ്കിൽ യഥാർത്ഥ നായകനെ പുറത്തേക്ക് കളഞ്ഞിട്ട് ഈ പാർട്ടിയെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി, അവർക്ക് അധികാരം മാത്രമാണ് ലക്ഷ്യം. എങ്ങനെയും അധികാരത്തിലേക്ക് അതിലേക്ക് എത്തുവാൻ ഇതുപോലുള്ള മോഴകളെയും മുണ്ണകളെയും വെച്ചു കഴിഞ്ഞാൽ ഇവർ പറയുന്നത് കേട്ട് മുന്നോട്ട് പോകും. അങ്ങനെ ആകുമ്പോൾ ഈ പറയുന്ന നമ്മുടെ സണ്ണി ജോസഫോ അല്ലെങ്കിൽ ആന്റണി ഇവരെ പോലുള്ളവരുണ്ടെങ്കിൽ എഴുതി ഒപ്പിടുക എന്ന് പറയപ്പെടുന്ന പരിപാടി മാത്രമേ, അതായത് ഇവർ പറയും അവർ കേൾക്കും. അപ്പോൾ വെറും റബ്ബർ സ്റ്റാമ്പുകളായി ഇരിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള KPCC പ്രസിഡന്റുമാർ ഇവർക്ക് മതി. കാരണം ഏതെങ്കിലും തരത്തിൽ Aയും Iയും ഒക്കെ ചാടി കളിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയുടെയും K. കരുണാകരൻ്റെയൊക്കെ കാലഘട്ടത്തിൽ അത്തരത്തിൽ വലിയൊരു സംവിധാനം, ഒരു ഗ്രൂപ്പ് സമവാക്യങ്ങളിലൂടെ ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ ഏതൊക്കെ തരത്തിലാണ് പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് മലയാളികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ അതൊന്നുമല്ല. ഇപ്പോൾ സതീശനും സുധാകരനും രമേശനും ഈ KC വേണുഗോപാലും ഒക്കെ ചേർന്നൊരു അവിയൽ സംവിധാനമാണ് കേരളത്തിലെ കോൺഗ്രസിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കോൺഗ്രസിനകത്ത് നിന്ന് കോൺഗ്രസിനെ രക്ഷപ്പെടുത്തിയെടുക്കണമെങ്കിൽ ഇങ്ങനെയുള്ള മൊണ്ണകൾ പോരാ, ഈ മോഴകൾ പോരാ. പകരം ഇവിടെ ഇപ്പൊ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ എനിക്ക് പറയാനുള്ളത് KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും പോലുള്ള അധികാര കൊതിയന്മാരായിട്ടുള്ള രാഷ്ട്രീയക്കാർ, കോൺഗ്രസ്സുകാർ ഇതിനകത്തുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള മോണകളെയും മോഴകളെയും KPCC പദവിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കൊടുമ്പിരി കൊണ്ട് ശ്രമം നടക്കുന്നത്. ഇല്ലാതെ നടക്കത്തില്ല, ഇല്ലെങ്കിൽ നടക്കത്തില്ല. പക്ഷെ അപ്പോൾ നമുക്ക് ആവശ്യം, നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്ന എന്താണ്? ഇങ്ങനെയുള്ളവരെയാണോ ഇവർക്ക് ആവശ്യം? ഇങ്ങനെയുള്ളവരെ കൊണ്ടുവന്നിട്ട് എന്താണ് ഈ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പാർട്ടിക്ക് ഉണ്ടാകാൻ പോകുന്ന നേട്ടം? നമ്മൾ മറ്റുള്ള പാർട്ടികളിലേക്ക് നോക്കൂ. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ കോൺഗ്രസിനകത്താണല്ലോ ഈ KPCC പ്രസിഡന്റ് വരുമ്പോൾ എഴുന്നേറ്റ് പോലും നിൽക്കാറില്ല, ബഹുമാനിക്കാറ് പോലും ഇല്ല, ഇയാൾ പ്രസിഡന്റാണെന്ന് പോലും ആരും ചിന്തിക്കാറില്ല. അങ്ങനത്തെ ഒരു സംവിധാനമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. മറ്റുള്ള പാർട്ടികളിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ, താങ്കളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ പറയുന്ന CPM-നകത്ത് CPM-ന്റെ ഒരു കേഡർ സംവിധാനമുണ്ട്. ആ കേഡർ സംവിധാനത്തിനെ തകർക്കാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ല. ആ കേഡർ സംവിധാനം അതേ നിലയിൽ തന്നെയാണ് ഇന്ന് നിന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ പറയട്ടെ, അതിൻ്റെ ഒരു ബെനിഫിറ്റ്, അതിൻ്റെ ഒരു രീതി എന്ന് പറയപ്പെടുന്നത് എനിക്ക് തോന്നുന്നു അവർ ബ്രാഞ്ച് തലം മുതൽ തുടങ്ങി ലോക്കൽ കമ്മിറ്റിയിലെത്തി, ഏരിയ കമ്മിറ്റിയിലെത്തി, ഡിസ്ട്രിക്ട് കമ്മിറ്റിയിലേക്ക്, അത് ജില്ലാ കമ്മിറ്റിയിലെത്തി, അത് സംസ്ഥാന കമ്മിറ്റികളെ കൊണ്ടുവരികയും അതിനുശേഷം പിന്നെ കേന്ദ്ര ഏജന്റ് CC-യിലേക്ക് പോകുന്നു, പോളിറ്റ് ബ്യൂറോയിലേക്ക് പോകുന്നു, ദേശീയ സെക്രട്ടറി ആകും. അങ്ങനെയാണ് അവരുടെ ഒരു ഹൈറാർക്കി എന്ന് പറയപ്പെടുന്നത്. ആ സംവിധാനം ഇത്രത്തോളം കൃത്യമായി നടപ്പിലാക്കുന്ന വേറൊരു പാർട്ടി ഉണ്ടോ? വേറൊരു പ്രസ്ഥാനമുണ്ട്. നമ്മളെപ്പോൾ നോക്കിയാലും 3 വർഷത്തിലൊരിക്കൽ വളരെ കൃത്യമായിട്ട് അവർ പാർട്ടി കോൺഗ്രസ് നടത്താറുണ്ട്. അവർ തെരഞ്ഞെടുപ്പുകൾ നടത്താറുണ്ട്. അവരുടെ പാർട്ടിക്കുള്ളിലെ അംഗങ്ങളെ കൃത്യമായി തിരഞ്ഞെടുക്കാറുണ്ട്. ഈ 36% എന്ന് പറയപ്പെടുന്ന വോട്ട് ബാങ്ക് അവരുടെ കയ്യിൽ നിക്ഷിപ്തമാണ്, കൃത്യമാണ്. അതുകൊണ്ടാണ് അവരെ തകർത്ത് അതിനകത്ത് മുകളിലേക്ക് പോകണമെങ്കിൽ മാത്രമേ
പുതിയൊരു സംവിധാനം ഉണ്ടാക്കി, അത് കോൺഗ്രസിനാണെങ്കിലും ബി ജെ പിക്ക് ആണെങ്കിലും ഈ 36% അല്ലെങ്കിൽ 34% മുകളിലുള്ള CPM വെട്ടാൻ കഴിയണം. അങ്ങനെയുള്ള കരുത്തുള്ള ആൾക്കാരെ ഉണ്ടാക്കിയെടുക്കുക, അങ്ങനെയുള്ള ജനങ്ങൾ വോട്ട് ചെയ്യുക, എങ്കിൽ മാത്രമേ ഒരു പുതിയ ഭരണ സംവിധാനം ഇവിടെ നിലവിൽ വരൂ. അതില്ലാത്തത് ഈ കേഡർ സംവിധാനം ഇങ്ങനെ കൃത്യമായി ഉപയോഗിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ CPM കഴിയുന്നത് കൊണ്ടാണ് ആ പാർട്ടി ഇന്ന് നിലനിൽക്കുന്നത്. ഇല്ലെങ്കിൽ അതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമായി പോനെ, മണ്ണിലകപ്പെട്ടു പോനെ. കാരണം ഏകാധിപത്യ സംവിധാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയനെ പോലുള്ള ഒരു നേതാവിന്റെ കീഴിൽ ഏകാധിപത്യ പ്രവണതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും അവരുടെ കേഡർ സംവിധാനം തോറ്റിട്ടില്ല, തളർന്നിട്ടില്ല. അവിടെയാണ് നമ്മൾ മാറി ചിന്തിക്കേണ്ടത്. കോൺഗ്രസിനൊരു പുനർജീവനം ആവശ്യമാണ്. അതെങ്കിൽ എങ്ങനെ ഉണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കിയത്. സുൽനാഥിന് എന്ത് തോന്നുന്നു? അങ്ങനെയാണെങ്കിൽ ഏത് തരത്തിലായിരിക്കാം നമുക്ക് ഇതിനെ മാറ്റിയെടുക്കേണ്ടത്? ഒരു പ്രൊഫഷണൽ സംവിധാനത്തിലേക്ക് വരേണ്ടതല്ലേ? ഇപ്പോൾ ഗോപകുമാർ വളരെ വിശദമായി തന്നെ ഇപ്പം CPM സംബന്ധിച്ചോളം ആസ് എ കേഡർ വൈസ്, ഒരു കേഡർ പാർട്ടി എന്ന നിലയ്ക്ക് എത്രത്തോളം അവർ സ്ട്രക്ചർ വൈസ് എത്രത്തോളം സ്ട്രോങ് ആണ് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. അവരുടെ ഒരു 36% വരുന്ന ഒരു വോട്ട് ബാങ്കിങ്ങിനെ എന്തൊക്കെ പ്രതിനിധികൾ ഉണ്ടായാലും അത് ചിതറിപ്പോകാതെ കാത്തു പരിപാലിക്കാൻ പറ്റാവുന്ന ആര് വന്നാലും, ഒരു ഏകാധിപതിയാണെങ്കിലും ആര് വന്നാൽ പോലും അവരുടെ കേഡർ തകരാതിരിക്കാൻ, ആ ഒരു സ്വഭാവം തകരാതിരിക്കാൻ എത്രത്തോളം സ്ട്രക്ചറലി അവർ സ്ട്രോങ് ആണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പോലെ ഒരു സുപ്രഭാതത്തിലോ അല്ലെങ്കിൽ 1-2 വർഷങ്ങൾ കൊണ്ടോ അത്തരം ഒരു സ്ട്രക്ചർ, ഒരു കേഡർ സ്വഭാവത്തിലേക്ക് അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പം കെ സുധാകരൻ വന്നപ്പോൾ തന്നെ അദ്ദേഹം അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയെങ്കിലും അതൊന്നും ഫലപ്രാപ്തിയിൽ വന്നില്ല. അതെ, ഒരു സെമി കേഡർ കൊണ്ടുവരാൻ പോലും അവർക്ക് ഇതുവരെ നമുക്ക് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ നോക്കുക എത്രത്തോളം വീക്കാണ് ഇവരെ സംബന്ധിച്ചോളം. ഈ ഒരു ദേശീയ തലത്തിൽ ഇത്രത്തോളം ഇന്ത്യയെ ഭരിച്ച ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്രയും പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഈ വരാൻ പോകുന്ന ഒരു നിയമസഭ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടെങ്കിലും ഇവർക്കൊരു സ്ട്രക്ചർ ഉണ്ട് എന്ന് ജനങ്ങളെ ബോധിപ്പിക്കണം, അല്ലെ ഒരു അയവാഷ് ചെയ്യണമെങ്കിൽ പോലും ഇവിടെ ഒരു മാറ്റം ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു തലമുറ മാറ്റം കൊണ്ടുവരണ്ടേ? ഒരു തലമുറ മാറ്റം കൊണ്ടുവന്നു. ഒരു യുവതലമുറയിലേക്ക് ഞങ്ങൾ ഇത് വഴിമാറി കൊടുക്കുന്നു. ഇപ്പൊ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മറ്റേതൊരു പാർട്ടിയെക്കാളും വളരെ കഴിവുറ്റ നല്ലൊരു യുവ നേതൃത്വ നിര കോൺഗ്രസിന് ഉണ്ട്. അത് നമുക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അത്തരമുള്ള കഴിവുള്ള ആളുകളിലേക്ക് ഞങ്ങളുടെ നേതൃസ്ഥാനം കൊടുക്കുന്നു. ഞങ്ങൾ അധികാര കൊതിയന്മാരെന്ന് പറയുന്ന, കടൽ കിഴവന്മാരെന്ന് നിങ്ങൾ വിളിച്ച് കളിയാക്കുന്ന ആളുകളെല്ലാം ഞങ്ങൾ മാറി നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി അവസരം കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള ആളുകൾ. ഒന്നാമത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മളോട് ചോദിക്കുകയാണ്, ഈ ഒരു തലമുറ മാറ്റം വരുമ്പോൾ ആ ഒരു KPCC നേതൃത്വ സ്ഥാനത്തേക്ക് ചൂണ്ടിക്കാണിക്കുവാൻ പറ്റാവുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒബ്ജക്റ്റീവായി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത് പറയാൻ പറ്റുന്ന പേരെന്ന് പറയുന്നത് മറ്റാരുമല്ല, ഷാഫി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ടാമത് പറയാൻ സാധിക്കുന്ന ഒരു പേരെന്ന് പറയുന്നത് മാത്യു കുഴൽനാടൻ, വിഷ്ണുനാഥ്, റോജി എം ജോൺ. ഇതുപോലുള്ള നല്ല കഴിവുറ്റ മിടുക്കരായിട്ടുള്ള ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ യുവാക്കളുണ്ട്. ആ യുവാക്കൾക്ക് ഒരു അവസരം കൊടുത്ത് അവർക്ക് കൃത്യമായ ഒരു കളക്റ്റീവായിട്ട് ഈ സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാരും ഈ യുവ നേതാക്കന്മാരും എല്ലാം ഒത്തൊരുമിച്ച് അവർ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി. ആ സ്ട്രാറ്റജിക്കനുസരിച്ച് അവർ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു സന്ദേശമായിരിക്കും. അന്നേരം ഇവരുടെ മറ്റു പോരായ്മകളൊന്നും ജനങ്ങൾ നോക്കത്തില്ല. ഇവർ എത്രത്തോളം കേഡർ വൈസ് സ്ട്രോങ് ആണെന്നോ ഇവരുടെ താഴെത്തട്ടിലുള്ള സംവിധാനങ്ങൾ എത്രത്തോളം ശിഥിലമാണെന്നൊന്നും ആളുകൾ നോക്കത്തില്ല. ഇത്തരം ഒരു മാറ്റം. എന്നാൽ ഇന്ന് കാണുന്നത് ഈ വൃത്തികെട്ടവന്മാരായ ഈ രണ്ടവന്മാര്, ഒന്ന് താങ്കൾ സൂചിപ്പിച്ച പോലുള്ള ഈ KC വേണുഗോപാലും ഈ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഈ രണ്ട് മരവാഴകള് ഈ മഹത്തായ പ്രസ്ഥാനത്തെ കേരളത്തിലുള്ള അത്രയും സാധ്യതയുള്ള അധികാരത്തിൽ വരുവാൻ ഇത്രയും സാധ്യത മറ്റൊരു വർഷവുമില്ല. ഒരു ഇൻകംബൻസി ഫാക്ടർ കൊണ്ട് പിണറായി ഭരണത്തിൽ അത്രത്തോളം ദുഷിച്ച വെറുത്ത് നിൽക്കുന്ന ഒരു സമൂഹം ഇത്രയും ഒരു അവസരം ഇവർ കോൺഗ്രസ് പ്രസ്ഥാന സമിതിയിൽ ഇതുവരെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്രയും ഒരു സുവർണാവസരം ഇവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് ഈ രണ്ട് മുതുവാഴകൾ, മരവാഴകൾ, അങ്ങനെ തന്നെ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇവന്മാരുടെ കുത്തിത്തിരിപ്പും കയ്യിരിപ്പും കൊണ്ട് ഈ മഹത്തായ പ്രസ്ഥാനത്തെ, ഈ ചെറുപ്പക്കാരുടെ മുഖത്ത് നോക്കി ഈ രണ്ട് മരവാഴകൾക്ക് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നു? അല്ലേ? സത്യം. ഇതിപ്പോ സുനിൽ പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം ഈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ വലിയ അവരെ അത്രയും പ്രായാധിക്യത്വം കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അസുഖബാധിതരാകുന്നത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ പറയാൻ പറ്റുന്ന കടൽക്കിഴവന്മാർ തന്നെയാണ്. അത്തരത്തിലുള്ള വയസ്സന്മാരൊന്ന് മാറി നിൽക്കട്ടെ, പകരം ഒരു പുതുതലമുറയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകട്ടെ, ഒരു തലമുറ മാറ്റം വരട്ടെ. അതിൽ ഏറ്റവും മിടുക്കനാണ് കേട്ടോ ഈ ഷാഫി പറമ്പിൽ. താങ്കൾ പറഞ്ഞ പോലെ വളരെ മിടുക്കനായിട്ടുള്ളൊരു നേതാവാകും. ആ പേര് പറഞ്ഞാൽ തന്നെ വർഗീയതയുമായിട്ട് അന്നേരം വരും. അല്ല, വർഗീയത ഉണ്ടാവും. പക്ഷെ ഞാൻ അവിടെയാണ് ഈ പറയുന്നത്, ഈ എന്തുകൊണ്ടാണ് സണ്ണി ജോസഫിനെയും ആന്റണിയൊക്കെ കൊണ്ടുവരുന്നത്? മതമേലധ്യക്ഷന്മാരെ പ്രീണിപ്പിക്കുവാൻ, ക്രൈസ്തവ സഭയെ കൈനെടുക്കുവാൻ. എന്തിനാണ് ഈ ക്രൈസ്തവ സഭ? എന്തിനാണ് NSS? എന്തിനാണ് SNDP? എന്തിനാണ് ഈ മുസ്ലിം ലീഗ്? ഇങ്ങനെയുള്ള
മതങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഒരു മതേതരത്വ മുന്നണി, മതേതരത്വ രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് പോകേണ്ടത്. നമ്മുടെ ഗതികേടതാണ്. അതായത് ഒരു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചോളം ഇത്തരത്തിലുള്ള ഈ റിലീജിയസ് ഇവരിൽ നിന്നും എല്ലാം വളരെ വ്യത്യസ്തമായി വളരെ ഒബ്ജക്റ്റീവായിട്ട് നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ തന്നെ ഇന്ന് അരമന നിരങ്ങികളും അവരുടെ ഇത് ഇംഗിതമനുസരിച്ചിട്ടാണ് അവർ പോലും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത്. അത് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, നമ്മുടെ മുഖ്യമന്ത്രി NSSന്റെ നേതാവ് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സുമാരൻ നായരെ കാണാൻ പോകുന്നു. SNDPയുടെ നേതാവിന്റെ കൂടെ വേദി പങ്കിടുന്നു. ഇതൊക്കെ പിന്നെ ഇവരുടെ എല്ലാം ശത്രുക്കൾ എന്ന് കരുതിയ ഇപ്പൊ സംഘപരിവാർ, ഇപ്പൊ BJP പോലും ഇങ്ങ് വന്നു കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കും. ഇത്തരത്തിലുള്ള ഈ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെ അതായത് ഒരു സമാന്തര ഭരണ സംവിധാനം കൈയാളുന്ന ഇവന്മാരെയൊക്കെ ഒതുക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിൽ അതിനേക്കാളും വലിയ ഒരു ദുരന്തമായി പോയി. കാരണം ഈ സംഘപരിവാർ ശക്തികൾ പോലും ഇന്ന് ഇവന്മാരുടെ മെത്രാന്മാരുടെ അരമന നിറങ്ങുകയും അവന്റെ ഷൂ നക്കാനായിട്ടും പോയി നിൽക്കുന്ന കാഴ്ചയാണ്. അല്ല, എനിക്ക് അതിൽ ഭയങ്കരമായിട്ട് വല്ലാതെ എനിക്ക് തോന്നുന്നു നമ്മളെപ്പോലുള്ള കുറെ ആൾക്കാർക്കെങ്കിലും ഇത്തരത്തിലൊരു ചിന്ത ഉണ്ടാകും. കാരണം എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഭൂരിപക്ഷം ഉണ്ട്. അവർ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? കാരണം ഈ മെത്രാന്മാരുടെയും സഭകളുടെയും ഈ ജാതി കോമരങ്ങളുടെയൊക്കെ ഇടയിൽ അവരുടെയൊക്കെ നേതാക്കന്മാരുടെയൊക്കെ വീടുകളും തിണ്ണകളും നിരങ്ങി അങ്ങനെ വോട്ട് നേടേണ്ട ഒരു കാലത്തിലേക്ക് ഗതികെട്ടുപോയോ നമ്മുടെ ഡെമോക്രസി എന്നുള്ളതാണ്. ജനാധിപത്യത്തെ വല്ലവന്റെയൊക്കെ വീട്ടുമുറ്റങ്ങളിലേക്ക് കൊണ്ട് വലിച്ചിഴക്കപ്പെടുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്ന വൃത്തികെട്ടൊരു സംസ്കാരമായി മാറുന്നു. തീർച്ചയായിട്ടും അതാണ് മാറേണ്ടത്, അതന്നെയാണ് മാറ്റിയെടുക്കേണ്ടത്, അല്ലേ? അപ്പൊ അവിടെയാണ് ഞാൻ ഈ പറഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷാഫി പറമ്പിലിനാണെങ്കിലും ഇപ്പൊ താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഷാഫി പറമ്പിലിനെ പറയുമ്പോൾ പെട്ടെന്ന് മറ്റുള്ള മതത്തിന്റെ പേര് പറഞ്ഞ് വർഗീയതയുടെ പേരൊക്കെ പറഞ്ഞ് വരുന്നാൽ പോലും പാലക്കാട് പോലൊരു നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇത്ര ഭംഗിയായിട്ടാണ് അവരുടെ ഒരു കോർഡിനേഷൻ. നമ്മളവിടെ ഒരു ഗ്രൂപ്പിനെയും കണ്ടില്ല. അവിടെ നമ്മൾ സതീശനെയും ശ്രീകണ്ഠനെയും ഈ ഷാഫി പറമ്പലിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയൊക്കെയാണ് കണ്ടത്. അവരുടെ ആ ഒരു വികാരത്തെയാണ് കണ്ടത്, അവരുടെ ഒരു ഒത്തൊരുമയാണ് കണ്ടത്. 10-28,000 വോട്ടുകൾക്ക് ഒരാളെ അവിടുന്ന് വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു സംവിധാനത്തിനെ ഇത്രയും കൃത്യമായിട്ട് കൊണ്ടെത്തിക്കുവാൻ ഷാഫി പറമ്പിലിനെ പോലൊരു പയ്യന് കഴിഞ്ഞു, അല്ലെങ്കിൽ ആ ഒരു നേതാവിന് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് കോൺഗ്രസിന്റെ പദവിയിലേക്ക് കൊണ്ടുവരുന്നതിൽ ഒരു തെറ്റുമില്ല. അങ്ങനെ കൊണ്ടുവരാവുന്നതാണ്. നീഡ് ഫോർ ആൻ അവർ എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ കോൺഗ്രസിലെ അവരുടെ ഒരു എക്സിസ്റ്റൻസിന് അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഡിമാൻഡ് ചെയ്യുന്നു ആ ഒരു ആവശ്യം. അന്നേരം അത്തരത്തിലുള്ള മറ്റുള്ള ജാതി മത അതല്ലെങ്കിൽ വർഗ ചിന്തകൾക്കും വീതം വെപ്പുകൾക്കും ഉപരിയായി ഇതുപോലുള്ള കഴിവുള്ള യുവാക്കളെ അവന്റെ മതമേതായിക്കോട്ടെ ജാതി എന്തും മനോഹരമായി ഇപ്പൊ ഷാഫിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അദ്ദേഹത്തിന്റെ മതത്തെയോ ജാതിയെയോ മറ്റൊരുത്തനെ നമ്മൾ അനുകൂലിക്കുന്നുമില്ല. അതുകൊണ്ട് അതൊരു ഒരു ന്യൂനതയായിട്ട് നമ്മൾ കാണുന്നുമില്ല. എന്തും മനോഹരമായി ആളുകളോട് എത്ര മനോഹരമായി ഇടപെടുന്നു. ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്ര ഒബ്ജക്റ്റീവായിട്ട് ചിന്തിക്കുന്നു, എത്ര മനോഹരമായി അത് പ്രസന്റ് ചെയ്യുവാൻ സാധിക്കും. അങ്ങനെ ഏത് ഇഷ്യൂ വന്നാലും അതിനെ വളരെ സമചിത്തതയോടെ വളരെ പ്രൊഫഷണലായി അപ്രോച്ച് ചെയ്യാൻ പറ്റാവുന്ന ഒരു യുവ നേതാവാണ്. ഇങ്ങനെയുള്ള ആളുകൾ മുന്നോട്ട് വരികയും അവർക്ക് അവസരം കൊടുക്കുകയും ഈ കടൽ കിഴവന്മാരെല്ലാവരും ഇവരെ സഹായിക്കാൻ പറ്റാവുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് മാറിയില്ല എന്നുണ്ടെങ്കിൽ അത് കറക്റ്റ്. അത് അവസാനിപ്പിക്കുന്നത് ഞാൻ ഇവിടെ കൂട്ടിച്ചേർക്കുന്നതാണ്. കാരണം ഈ ഷാഫി പറമ്പിന്റെ കാര്യം പറഞ്ഞു വെച്ചപ്പോൾ ഈ ജാതിയുടെ പേര് പറഞ്ഞ് വേർതിരിക്കുകയാണെങ്കിൽ പാലക്കാട് പോലൊരു അഗ്രഹാര തെരുവുകളുള്ള നാട്ടിൽ അവിടുത്തെ ആ അഗ്രഹാര തെരുവുകളിലെ അമ്മമാര് ഇത്രത്തോളം അനുഗ്രഹിച്ച ഒരു നേതാവ് വേറെ ഇല്ല. അപ്പൊ അതുകൂടി നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം, അല്ലേ? ഈ വിഷം കുത്തിവെക്കുന്നവരാ ജനങ്ങളുടെ മനസ്സിൽ ജനങ്ങൾ മനസ്സിലാക്കണം. ഈ വിഷം കുത്തിവെക്കുന്നത് ഈ മതമേലധ്യക്ഷന്മാരും അവരുടെ ഈ ഓശാനെ പാടി നിൽക്കുന്ന അവരുടെ വെറും റാൻമോളികളായിട്ടുള്ള ഇത്രയും ചുക്കും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഈ മരവാഴകളായിട്ടുള്ള നേതാക്കന്മാര് ഇന്ന് മന്ത്രിസഭയിൽ തന്നെയുള്ള എത്ര മന്ത്രിമാരുടെ എത്ര MLA-മാരുടെ ജനങ്ങൾക്ക് പേരറിയാം, എത്ര മന്ത്രിമാരുടെ പേരറിയാം. ഒന്നിൽ പറയുന്ന പോലെ ഈ മൂക്കില്ല രാജ്യത്തെ മുറിമൂക്കൻ രാജ എന്ന് പറയുന്ന പോലെ ഒരു വിജയന്റെ പേര് പലർക്കും പറയാം. ബാക്കി 80% MLA-മാരുടെ പേര് ആർക്കും അറിയത്തില്ല, മന്ത്രിമാരുടെ പേര് പറയില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഗുണവും മണവുമില്ലാത്ത കുറെ മരവാഴകളെ ഏതെങ്കിലും സമുദായ നേതാക്കന്മാരും മത അധ്യക്ഷന്മാരും ഞങ്ങളുടെ ആളാണെന്ന് പറഞ്ഞ് സ്റ്റാമ്പ് ചെയ്ത് നീയൊക്കെ ചുമന്നോ എന്ന് പറഞ്ഞ് ചുമക്കുന്നതിന്റെ ഗതികേടാണ്. നമുക്ക് ഈ ഒരു മാറ്റം വരണമെങ്കിൽ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? കേരളത്തിലോ അല്ലെ ഇന്ത്യയിലോ ഒരു സമൂലമായ ഒരു മാറ്റം വരണമെങ്കിൽ ഈ പാർട്ടി അധിഷ്ഠിതമായ പാർട്ടിസൺ പൊളിറ്റിക്സ് തകർന്ന് ഒരു മറ്റെന്തെങ്കിലും സംവിധാനം വരണം. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല, എനിക്കും അത് തന്നെ അതാണ് പറയാനുള്ളത്. കാരണം ഈ സംവിധാനത്തിന് ഇപ്പോഴത്തെ ഈ മതമേലധ്യക്ഷന്മാരുടെ ജാതി നേതാക്കന്മാരുടെ മത നേതാക്കന്മാരുടെ സമുദായ നേതാക്കന്മാരുടെയൊക്കെ വീടുകളുടെ തിണ്ണയിൽ പോകുന്ന പരിപാടി നിർത്തലാക്കണം. അതിനപ്പുറത്തേക്ക് ഒരു പ്രൊഫഷണൽ രീതിയിലേക്ക് സംവിധാനത്തിനെ മാറ്റേണ്ടതുണ്ട്. അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മൾ ഈ കേഡർ സംവിധാനം എന്ന് പറയപ്പെടുന്നത് ഉപയോഗിക്കപ്പെടുന്ന 2 പാർട്ടികളിൽ ഒന്നാണ് CPM എന്ന് പറയുന്നത്. മറ്റൊന്നെന്ന് പറയപ്പെടുന്ന RSSന്റെ കേഡർ സംവിധാനത്തിൽ നിൽക്കുന്നതാണ് BJP. BJPക്ക് അത്തരത്തിലൊരു കേഡർ സംവിധാനം ഉള്ളത് കൊണ്ട് തന്നെയാണ് ആ പാർട്ടി നിലനിൽക്കുന്നത്. പക്ഷെ എവിടെയൊക്കെയോ അതിനൊരു കോൺഗ്രസിന്റെ ചായ്വ് ഉള്ളത് കൊണ്ടാണ് അഴിമതിയുടെ കറ എപ്പോഴും അതിനകത്ത് പുരണ്ടുകൊണ്ടിരിക്കുന്നത്. അതും ഒരു പ്രശ്നമാണ്, അതവർ മാറ്റിയെടുക്കേണ്ടതാണ്.
പക്ഷെ അത് ആ ഒരു സ്ട്രക്ചർ മോഡലിലേക്ക് എത്തുവാൻ ഇന്ന് വരെയും കോൺഗ്രസിനായിട്ടില്ല. അതെ. ആ സ്ട്രക്ചർ മോഡലിലേക്ക് എത്തുന്നതിന് ഈ പറയുന്ന യുവാക്കളുടെ ഒരു കടന്നുവരവ് മാക്സിമം ഉപയോഗിക്കുക, അങ്ങനെ ഉപയോഗിക്കപ്പെടുന്ന തരത്തിലേക്ക് കോൺഗ്രസ് മാറുകയാണെന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും ഒരു പരിവർത്തനം ഉണ്ടാകും. കാരണം പിന്നെ ഇവിടെ ഈ പരിവർത്തനം എന്ന് പറയപ്പെടുമ്പോൾ ഇപ്പോൾ ഷാഫി പറമ്പിലോ അല്ലെങ്കിൽ അതുപോലുള്ള പുതിയ ആൾക്കാർ അവരെ ഉപയോഗിച്ച് അങ്ങനെ ഒരു പരീക്ഷണം നടത്തി നോക്കൂ. എന്തായിരുന്നാലും ഇവരെല്ലാവരും ഇങ്ങനെ ഇരുന്നിരുന്നിരുന്ന് ഈ പരുവത്തിലാക്കിയല്ലോ ഈ പാർട്ടിയെ. ഇനിയിപ്പോൾ എന്തായിരുന്നാലും ഈ 140 വർഷം പഴക്കമുള്ള ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഇനിയും ഒരു പരീക്ഷണം നടത്തി മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കാലത്തിൽ വലിയ തീരുമാനമാകും. പിന്നെ ഒരു കാര്യം കൂടി ഇതിനകത്ത് പറയാനുള്ളത്, നമ്മൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ പലർക്കും തോന്നും ഈ യുവാക്കളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രായം കുറഞ്ഞ പിള്ളേരെ കൊണ്ടുവന്ന് KPCC പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഇതില്ലാതായി പോകും, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലാണ് നയിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അത് പറയുന്നവർ ചിലപ്പോൾ ആ കോൺഗ്രസിനകത്തുള്ളവർ മാത്രമായിരിക്കും. പക്ഷേ നമുക്ക് അപ്പോഴും അവിടെ പറയാൻ ഒരു പേര് കൂടി ബാക്കിയുണ്ട്. തീർച്ചയായിട്ടും വേണമെങ്കിൽ അല്ലേ? അതെ, അത്തരത്തിലൊരു പേര് കൂടി, അത്തരമൊരു പേരാണ് കെ മുരളീധരൻ. എന്ത് തോന്നുന്നു? കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ ഇപ്പം സീനിയർ നേതാക്കന്മാരാണേലും ജൂനിയർ ആണേലും എല്ലാവർക്കും ഒരുപോലെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള, ഒരുപോലെ മേയിച്ചു കൊണ്ടുപോകാൻ പ്രാപ്തിയുള്ള, ഇപ്പോഴും മാധ്യമങ്ങളിലാണെങ്കിൽ ഒരു ഹെഡ്ലൈൻ ഹിറ്റർ ആയിട്ടുള്ള ഒരു പേരെന്ന് പറഞ്ഞാൽ അത് കെ മുരളീധരൻ തന്നെയാണ്. അതെ അതെ, കാരണം ഒരു ക്രൗഡ് പുള്ളർ, അതാണ് കെ മുരളീധരൻ്റെ ഒരു പ്രത്യേകത. അച്ഛനെ പോലെ തന്നെ കുറച്ചുകൂടെ പവർഫുൾ ആയിട്ട് വരുന്നൊരു മകനാണ്. പക്ഷെ പലപ്പോഴും പല തെറ്റുകൾ ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ശരി തന്നെയാണ്. ഒത്തിരി വളരെ മെച്ചുവേർഡായി, വളരെ നല്ല ഇന്ന് കോൺഗ്രസിൽ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും പറഞ്ഞാൽ ഒരു ജനശ്രദ്ധയെ ആകർഷിക്കുന്ന, ജനങ്ങൾ ചെവി കൊടുക്കുന്ന ഒരു നേതാവാണ് കെ മുരളീധരൻ. അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ വളരെ നല്ല സ്യൂട്ടബിൾ പേഴ്സൺ ആണ് കെ മുരളീധരൻ. കാരണം അദ്ദേഹത്തിനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഈ KPCC പ്രസിഡന്റ് പദവി എക്സ്പീരിയൻസ്ഡ് ആണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ രീതി, താങ്കൾ പറഞ്ഞ പോലെ അദ്ദേഹം വളരെ വലിയ മാറി വന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിന് ഈ കെ സുധാകരൻ അടക്കമുള്ള, അല്ലെങ്കിൽ മുല്ലപ്പള്ളി അടക്കമുള്ള, PM സുധീരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളോട് വളരെ കൃത്യമായി ഇടപെടാൻ കഴിവുള്ള ഒരു നേതാവ്. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും മാത്യു കുഴൽനാടിനെയും ഷാഫി പറമ്പലിനെയും പോലുള്ള യുവാക്കളോടും ഒരേ സമയം വളരെ കൃത്യമായി ഇടപെട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു നേതാവ്. അങ്ങനെ യുവാക്കളെയും മുതിർന്നവരെയും ഒക്കെ ഒരേ തരത്തിൽ കോർത്തിണക്കി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നേതാവായി കെ മുരളീധരനെ കൂടെ വളരെ കൃത്യമായി അംഗീകരിക്കാൻ കഴിഞ്ഞാൽ. പക്ഷെ വലിയൊരു ചോദ്യമുണ്ട്, ഈ രണ്ട് മരവാഴകൾ ഇതിനെ സമ്മതിക്കുവോ? ഇതിന് ഏറ്റവും വലിയ സ്റ്റംബ്ലിംഗ് ബ്ലോക്കുകളിൽ നിൽക്കുന്നത് ഈ രണ്ട് മരവാഴകളാകുന്നു യാതൊരു സംശയമില്ല. കാരണം ഈ മറ്റേ നാത്തും ചത്താലും മാങ്ങളിയുടെ കണ്ണീര് കാണണമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഈ രണ്ട് മരവാഴകളുള്ളിടത്തോളം കാലം അത് നല്ല സജഷൻ, നല്ലൊരു പേരാണ് നമ്മൾ പറഞ്ഞതെങ്കിലും യുവമാർ ഈ ഒരു മെന്റാലിറ്റിയോട് നിൽക്കുന്ന ഇവർ ഒരു കാരണവശാലും സമ്മതിക്കത്തില്ല. കാരണം ഇവർക്ക് ഈ ഒരു ലക്ഷ്യം, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇതൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. അവർക്ക് എങ്ങനെയെങ്കിലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തിയാൽ ഒന്നുകിൽ മുഖ്യമന്ത്രിയാകുക അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയാകുക എന്നുള്ള ലക്ഷ്യത്തോടു ഈ പഴയ ഈ നമ്മുടെ കടൽ കിഴവന്മാരും ഇത്തവണ എങ്ങനെങ്കിലും ഒരു മന്ത്രിയായി ജയിലിൽ പോയാലും പരമാവധി കട്ടുമുടിക്കണമെന്ന് പറഞ്ഞാണ് ഇവന്മാരെല്ലാം നിൽക്കുന്നത്. അന്നേരം ഇങ്ങനെ ഈ തസ്കര സംഘത്തെ എന്ന് പറഞ്ഞാൽ ഇത് ജനങ്ങൾക്കറിയാം. യുവമാർക്കെങ്ങാണ് ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു കേരളത്തെ തന്നെ തൂക്കി വയ്ക്കാൻ പറ്റാവുന്ന, കാരണം 10 കൊല്ലം പട്ടിണി കിടന്നിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുന്നവന് മുന്നിൽ കൊണ്ട് ബിരിയാണി വെക്കുന്ന അവസ്ഥയായിരിക്കും ഇവര് കൊണ്ട് ഭരണം. അതിനൊരു ഒരു മാറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ രണ്ട് പാർട്ടിയെ സംബന്ധിച്ചോളും, CPM-നെ സംബന്ധിച്ചോളും BJP-യെ സംബന്ധിച്ചോളും, അവർ ഒരു അലകും പിടിയും മുറുക്കി വളരെയേറെ പ്രൊഫഷണലായി അവർ അവരുടെ സംവിധാനത്തെ എല്ലാം സജ്ജമാക്കി യുദ്ധ സജ്ജരായി അവർ ഫീൽഡിൽ ഇറങ്ങിക്കഴിഞ്ഞു. അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഏജൻസികൾ, ഇപ്പൊ BJP-യെ സംബന്ധിച്ചിടത്തോളം വരാഹ പോലുള്ള അതല്ലെങ്കിലുള്ള ദേശീയ തലത്തിൽ തന്നെയുള്ള വളരെയേറെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഏജൻസികൾ അവർക്ക് വേണ്ടി സ്ട്രാറ്റജികൾ കൊടുക്കുന്നു. അതുപോലെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പണ്ടത്തെ ചുവരെഴുത്തും പരിപാടികളും മാത്രമല്ല, വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള പുഷ്, മൈത്രി പോലെയുള്ള ഏജൻസികൾ അത്രത്തോളം ബാക്കപ്പ് അവർക്ക് ചെയ്യുന്നു. ഇവർക്കാണെങ്കിൽ ഒരു കനകോലു, അത് KC വേണുഗോപാലിന്റെ വട്ടച്ചെലവിന് പൈസ കൊടുക്കുന്നതുകൊണ്ട് വേണുഗോപാലിന്റെ വിംസ് ആൻഡ് ഫാൻസീസ് വിളിച്ചു പറയുന്ന ഒരു കനകോലു എന്ന് പറഞ്ഞൊരു സാധനത്തിനെ വെച്ചിട്ടാണ് ഇവന്മാർ ചെയ്യുന്നത്. കനകോലു പറയുന്നത് യുവമാർക്കും മനസ്സിലാകത്തില്ല, യുവമാർ പറയുന്നത് കനകോലുവും മനസ്സിലാകത്തില്ല. യുവമാർ എങ്ങും എത്താൻ വയ്യാത്ത അവസ്ഥയിൽ നിൽക്കുവാണ്. അന്നേരം ഈ രണ്ട് മുന്നണികളിലും വളരെയേറെ ഒരു വാർഫുഡ് എഫക്റ്റോടു കൂടി തന്നെ ഫീൽഡിൽ അവർ വളരെയേറെ അഡ്വാൻസ് ചെയ്യുമ്പോഴാണ് ഈ രണ്ട് മരവാഴകൾ കോൺഗ്രസിനെ പുറകോട്ട് വലിച്ച് വീണ്ടും ഒരു 50 കൊല്ലത്തേക്ക് അന്നേരം ഇവർ ആദ്യമേ ഈ രണ്ട് ഒബ്ജക്റ്റിനെയും, KC വേണുഗോപാൽ എന്ന് പറയുന്ന ആ ഒരു എലമെന്റിനെയും ഈ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആ രണ്ടാമത്തെ എലമെന്റിനെയും, ഇത് പാർട്ടിയുടെ ഏറ്റവും വലിയ അപകടകരമായ അടിത്തറ തോണ്ടുന്ന ഏറ്റവും വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള
രണ്ട് എലമെന്റ് ആണെന്ന് മനസ്സിലാക്കി യുവമാരെ രണ്ടിനെ ഒതുക്കുക. ആദ്യം ഒതുക്കേണ്ടത് അത് വളരെ കറക്റ്റാണ് കേട്ടോ. അതായത് ഈ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ നില ഇത്രത്തോളം പരിതാപകരമാക്കുന്നതിന് പിന്നിൽ വളരെ കണഞ്ഞ് പരിശ്രമിച്ച ഒരു വ്യക്തിയാണ് കേട്ടോ ഈ കെ സി വേണുഗോപാൽ എന്ന് പറയുന്നത്. കാരണം രാഹുൽ ഗാന്ധി ഈ പരുവത്തിലാക്കിയതിന് പിന്നിൽ അദ്ദേഹത്തിന് വളരെ നല്ല കൈകളുണ്ട്. ഇത് നമ്മൾ ഈ കോൺഗ്രസ്സുകാരും പറഞ്ഞില്ലെങ്കിലും നമ്മളെങ്കിലും പറയുമ്പോൾ ഇവർ വേണമെങ്കിലും ശ്രദ്ധിച്ചാൽ മതി, ഇവരൊന്നും നന്നാവണം നമുക്ക് നിർബന്ധമൊന്നുമില്ല. ഈ കോൺഗ്രസ് അതെ. പക്ഷേ ഇത് ബാക്കിയുള്ള സാധാരണ ജനങ്ങൾ കാണുമ്പോൾ അറിയാം, രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവിനെ ഒരു പാഴ് നേതാവാക്കി മാറ്റിയതിന് പിന്നിൽ ഈ കെ സി വേണുഗോപാലിനെ പോലൊരു അധികാര കൊതിയൻ തന്നെയായിരുന്നു എന്നുള്ളത്. ആദ്യം മാറ്റേണ്ടത് കെ സി വേണുഗോപാൽ. കെ സി വേണുഗോപാലിനെ സകല സംവിധാനം സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി പദവിയിൽ നിന്ന് ആദ്യം മാറ്റി. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് അത്തരത്തിലുള്ള അധികാര പദവികൾ ഉണ്ടെങ്കിൽ അത് മാറ്റി നിർത്തണം. ഇങ്ങനെ അധികാര പദവികളിൽ നിന്ന് ഈ കെ സി വേണുഗോപാലിനെ രമേശ് ചെന്നിത്തലയും മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പുതിയ സംവിധാനത്തെ ഉടച്ചു വാർക്കുവാൻ കോൺഗ്രസിന് കെൽപ്പുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് മറ്റൊരു കാര്യം പറയാം, AICC അധ്യക്ഷനാരാ? മല്ലികാർജുൻ ഖാർഗെ. മല്ലികാർജുൻ ഖാർഗെ പൈൽസ് വന്നൊരു, ഞാനത് കുറ്റമായിട്ട് പറയുന്നില്ല, അങ്ങനത്തെ മുഖം പിടിച്ചിരിക്കുന്ന ഇത്രയും വയസ്സായ ഒരാളെ എങ്ങനെയാണ് മനസ്സിലായില്ലേ? അത്തരത്തിലുള്ള ഒരു നേതാക്കളെയൊക്കെ വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന പ്രസ്ഥാനമല്ല കോൺഗ്രസ് എന്ന് പറയപ്പെടുന്നത്. ആ കോൺഗ്രസ് തകർന്നു പോയി എന്ന് പറയുന്ന അടുത്ത് നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു. അതിന് കരുത്തുള്ള നേതാക്കളാണ് കൊണ്ടുവരുന്നത്. ഒരു ജനതയുടെ പ്രതീക്ഷ. അതായത് ഇത്തരത്തിലുള്ള ദുർഭരണം കൊണ്ട് നട്ടം തിരിയുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആകെ ഒരു പ്രതീക്ഷയായിരുന്നു ഈ പാർട്ടി എന്ന് പറയുന്നത്. കോൺഗ്രസ് അന്നേരം ഈ പറയുന്ന മരവാഴകളല്ല ഈ പ്രസ്ഥാനമെന്ന് ഇതിന്റെ തലപ്പത്തുള്ളവന്മാർ മനസ്സിലാക്കണം. ആ ജനങ്ങളുടെ മനസ്സ്, ആ ജനങ്ങളുടെ ഒരു സൈലന്റ് ഇന്നർ ക്രൈ ഉണ്ട്. ഒരു മാറ്റത്തിന് വേണ്ടി ഇരുന്ന ഒരു നിലവിളി നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കണം. ആ മാറ്റത്തിനൊത്ത് ഒരു മാറ്റം നിങ്ങളിൽ ഉണ്ടാക്കിയാൽ ജനങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ആ ജനങ്ങളുടെ പ്രതീക്ഷയൊത്ത് നിങ്ങൾക്ക് ഭരണത്തിലേക്ക് വരാനുള്ള ഒരു സുവർണാവസരമാണ്. അത് കളഞ്ഞു കുളിക്കരുത്. പക്ഷേ KPCC പ്രസിഡന്റ് പദവിയിൽ അതിലിരിക്കേണ്ടുന്നത് കഴിവുള്ള നല്ല നേതൃത്വമാണ്. അതല്ലാതെ ഈ പറയുന്ന പോലെ മരവാഴകളെയും മൊണ്ണകളെയും റബ്ബർ സ്റ്റാമ്പുകളെയും അല്ല ആ പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ടത്. കഴിവുള്ള KPCC പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാവുന്ന കഴിവുള്ള ഒരു നേതൃത്വം ആ കസേരയിൽ വരണം. മൊണ്ണകളല്ല KPCC പ്രസിഡന്റ് ആകേണ്ടത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.